മധ്യപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് തിരികൊളുത്തിയത് പുതിയ വിവാദത്തിനാണ്. പത്രികയിലെ തെറ്റ് തിരുത്താൻ ജാർഖണ്ഡിലെ BJP പിന്തുണയുള്ള സ്വതന്ത്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചതും വിവാദത്തിന് കാരണമായി. രാജ്യത്ത് വോട്ട് ചോരിക്ക് പുറമെ സീറ്റ് ചോരിയും നടക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. കാണാം ഡൽഹിയിൽ നിന്ന് അച്യുതൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇരട്ട നയമോ? You people are asking that question. Everybody know that. The question only that whether there is any criminal case against her is there or not. Then what is the point of relevance of information? If there is no case at all, then what is the point of relevant of information? Nothing. കുറ്റം ചുമത്തുകയോ വിചാരണ ആരംഭിക്കുകയോ ചെയ്തിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു കേസിന്റെ വിവരം നാമനിർദ്ദേശ പത്രികയിൽ വെളിപ്പെടുത്തേണ്ടതില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. BJP പിന്തുണയുള്ള ഒരാളുടെ പത്രികയിൽ തെറ്റുതിരുത്താൻ സമയം നൽകിയതും കോൺഗ്രസുകാരനായതിന്റെ പേരിൽ പത്രിക തള്ളിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇരട്ട നീതിയെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനം. ക്രിമിനൽ കേസ് വിവരം രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ മറച്ചുവച്ചു എന്ന് ചൂണ്ടിക്കാട്ടി റിട്ടേണിംഗ് ഓഫീസർ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. ജാർഖണ്ഡിൽ BJP പിന്തുണയുള്ള സ്വതന്ത്രൻ പരിമൾ നത്വാനിക്ക് പത്രികയിലെ തെറ്റുതിരുത്താൻ 24 മണിക്കൂർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചു. മീനാക്ഷി നടരാജന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് അനുകൂല സമീപനം ഉണ്ടായില്ല. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങി. വോട്ട് ചോരിക്ക് ശേഷം BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് സീറ്റ് ചോരി നടത്തുകയാണെന്ന് കോൺഗ്രസ് ആഞ്ഞടിച്ചു. നാമനിർദ്ദേശ പത്രിക തള്ളിയ റിട്ടേണിംഗ് ഓഫീസറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കോൺഗ്രസിന് തിരിച്ചടി നേരിടേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുമ്പോൾ അതിൽ ഇടപെടാൻ കോടതികൾക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി മീനാക്ഷി നടരാജന്റെ ഹർജി തള്ളി. ये डॉक्यूमेंट क्योंकि पब्लिक डोमेन में है, मेरा एफिडेविट पब्लिक डोमेन में आप सबके पास ऑलरेडी होगा, इसलिए मैंने अपनी ओर से ये बात आपके समक्ष रखी ताकि ये किसी प्रकार की डिस्क्रिपेंसी ना हो कि फॉर्म में कोई कमी रह गई थी या कोई जानकारी छुपाई गई थी. कोई भी जानकारी छुपाई नहीं गई, जो कि मांगी गई. जो भी जानकारियां मांगी गई वो सारी जानकारियां फॉर्म 26 के तहत दी गई. ഹർജി തള്ളിയ കോടതി ഈ കേസിൽ നിരീക്ഷിച്ച ഒരു കാര്യം പ്രസക്തമാണ്. നാമനിർദ്ദേശ പത്രിക തള്ളിയാൽ പരിഹാരം കാണേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നായിരുന്നു കോടതി പറഞ്ഞുവച്ചത്. ഇവിടെ മീനാക്ഷി നടരാജന്റെ കാര്യത്തിൽ ആ പരിഹാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ല എന്നാണ് കോൺഗ്രസ് ആരോപണം. മണിക്കൂറുകളോളം നേരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ നേരിട്ടെത്തിയ ആശങ്കകൾ അറിയിച്ചിട്ടും കമ്മീഷൻ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മീനാക്ഷി നടരാജൻ ഇന്ന് കോടതിയിലും പറഞ്ഞു. നാമനിർദ്ദേശ പത്രികയിലെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച നിയമവ്യാഖ്യാനമാണ് ഇപ്പോൾ ചർച്ചകളുടെ കേന്ദ്രബിന്ദു. കോടതി നോട്ടീസ് ലഭിച്ച ഒരു സ്വകാര്യ പരാതി കേസും സ്ഥാനാർത്ഥി വെളിപ്പെടുത്തണമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നിയമപരമായ പോരാട്ടത്തിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾക്കെതിരായ രാഷ്ട്രീയ പോരാട്ടം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ആദ്യ സൂചനയായിരുന്നു കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറത്ത് മധ്യപ്രദേശിൽ നിന്നുള്ള 60ഓളം പാർട്ടി MLA-മാർ പങ്കെടുത്തുള്ള പ്രതിഷേധവും. നിലവിൽ വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് തെരുവിലുണ്ട്. ആ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ തീ പകരുന്നതായിരിക്കും സീറ്റ് ചോരി എന്ന പുതിയ വിവാദം. അച്യുതൻ, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.